بسم الله الرحمن الرحيم وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين فمن تولى بعد ذلك فأولئك هم الفاسقون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവൻ്റെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന് സൂറത്ത് ആലി ഇമ്രാൻ 81, 82 രണ്ട് ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഓരോ പ്രവാചകന്മാരോടും വളരെ വ്യക്തമായ ഉടമ്പടി കരാർ വാങ്ങിച്ചിട്ടാണ് അല്ലാഹു അവരെ നിയോഗിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അത്തരത്തിലൊരു കരാർ അല്ലാഹു വാങ്ങിച്ചിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടുകൊണ്ടിട്ടാണ് ഓരോ പ്രവാചകന്മാരും അവരുടെ പ്രബോധന കാലഘട്ടങ്ങളിൽ പ്രബോധനവുമായി ജനങ്ങളുടെ ഇടയിൽ സജീവമായി നിലനിന്നിരുന്നത്. അത്തരത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് ഉറപ്പ് വാങ്ങിയ സന്ദർഭം, കരാർ വാങ്ങിയ സന്ദർഭം. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ തത്വജ്ഞാനവും നൽകി. പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം അതുപോലെ തന്നെ ആ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തത്വജ്ഞാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. പിന്നീട് നിങ്ങളുടെ വശം ഉള്ളതിനെ അഥവാ നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന ഒരു റസൂൽ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. അഥവാ നിങ്ങളുടെ കാലഘട്ടത്തിൽ വേറെ ഒരു കിതാബുമായി നിങ്ങളിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ വേദഗ്രന്ഥത്തെ ശരിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. ആ പ്രവാചകനെ നിങ്ങൾ സഹായിച്ചു കൊള്ളുകയും ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ഇവർ രണ്ട് ആളുകളും കൂടി പറയുകയാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ബഅത്തല്ലാഹു നബിയ്യൻ മിനൽ അംബിയാഇ ഇല്ലാ അഖദ അലൈഹിൽ മീസാഖ്. അല്ലാഹു ഓരോ പ്രവാചകന്മാരെ അയക്കുമ്പോഴും അല്ലാഹു അവരിൽ ഒരു കരാറ് വാങ്ങിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി എങ്ങാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ളവരായി ഈ ഭൂമി ലോകത്തിലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നു നിൽക്കുന്ന, അഥവാ നമ്മുടെ ഇടയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമേ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു നുബുവത്തിന്റെ വാതിലിനെ അടച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനി ഒരു പ്രവാചകനെ ഇല്ല. പ്രവാചക ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അവരോട് ചോദിച്ചു അത്രേ, ഖാല അഅഖറർതും വ അഖൽതും അലാ ദാലികും ഇസ്രി. അല്ലാഹു പ്രവാചകന്മാരോട് ചോദിച്ചു, നിങ്ങളത് അംഗീകരിക്കുകയും അതനുസരിച്ച് എന്നോട് നിങ്ങളൊരു കരാറിൽ ഒരു ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? ഖാലൂ അഖറർനാ. സകല പ്രവാചകന്മാരും അത് സമ്മതിക്കുകയും തലകുനിക്ക് സമ്മതിക്കുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഉമിർതു ബി അഖിൻ യഹൂദിയ്യൻ മിൻ ഖുറൈള ഫകതബ ലി ജവാമിഅ മിന തൗറാത്ത് അലാ അഅറദഹാ അലൈക. നബി, എനിക്കൊരു കൂട്ടുകാരുണ്ട്, ഒരു യഹൂദിയായ ബനു ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ജൂതനായ ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ എനിക്കുണ്ട്. ആ സഹോദരൻ എനിക്കാകട്ടെ തൗറാത്തിൽ നിന്ന് ചില കാര്യങ്ങളെ എന്നിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി, എനിക്ക് തരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ തൗറാത്തിൽ നിന്നുള്ള ചില വാചകങ്ങളും ചില കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ഭാഗം എനിക്ക് നൽകുകയുണ്ടായി. അത് ഞാൻ അങ്ങയെ കാണിക്കട്ടെയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങയെ കാണിക്കട്ടെയോ? ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവരണമായി. അബ്ദുല്ലാഹ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലഹു അലാ തറാ മാ ബിവജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉടനെ ഉമറിനോട് ചോദിച്ചു, ഉമറേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് വ്യത്യാസം വന്നത് കാണുന്നില്ലേ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് വ്യത്യാസം വന്നത് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. തീർച്ചയായും അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും റസൂലായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതിൽ ഞാൻ തൃപ്തി അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഈ വാചകം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ഏതൊരു തമ്പുരാന്റെ പിടുത്തത്തിലാണോ ആ തമ്പുരാനെ തന്നെയാണ് സത്യം. ലൗ അസ്ബഹ ഫീകും മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. മൂസാ, ഞാൻ ഉള്ളപ്പോൾ തന്നെ മൂസാ നബി ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെ സുമ്മത്തബിഊഹു വതറക്തുമൂനി, നിങ്ങൾ മൂസാ നബിയെ പിൻപറ്റുകയും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വളലൽതും, നിങ്ങൾ വഴികേടിലായിത്തീരും, നിങ്ങൾ വഴികേടിലായിത്തീരും. ഇന്നകും ഹദ്ദി മിനൽ ഉമമി വഅന ഹദ്ദുകും മിനൻ നബിയ്യീൻ. കാരണം ഞാൻ ഹയ്യിലായിരിക്കുമ്പോൾ, ഇനി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടേക്കുള്ള വരവ് എൻ്റെ ഒരു അനുയായിയായിട്ടാണ്, എൻ്റെ ഒരു ഉമ്മത്തികളിൽപ്പെട്ടയാളായിട്ടാണ്.
ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനാണ് പ്രവാചകനായിട്ടുള്ളത്, അതുകൊണ്ട് എന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്, ഇത്തിബാഅ് ചെയ്യേണ്ടത്, റസൂലായി നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുത്തുകയുണ്ടായി. അതിനോട് സംബന്ധമായ ഒരുപാട് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഉടനെ അവർ നബിമാർ ഒന്നടങ്കം പറഞ്ഞു, ഖാലൂ അഖ്റർനാ, തീർച്ചയായും ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅഷ്ഹദൂ വഅന മഅകും മിനശ് ശാഹിദീൻ, നിങ്ങൾ സാക്ഷികളായി തീരുക, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷികളായിട്ടുണ്ട്. ഫമൻ തവല്ലാ ബഅദ ദാലിക, ഇനി ഈ കരാർ വാങ്ങിച്ചതിന് ശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതിന് വിട്ടു പോവുകയാണെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, തീർച്ചയായിട്ടും അവർ അധർമ്മകാരികളാണ്, അക്രമം ചെയ്തവരാണ്, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നോക്കണേ, പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ കരാർ, ഉടമ്പടി വാങ്ങിച്ചുകൊണ്ടിട്ടാണ്, ഓരോ പ്രവാചകന്റെയും ബാധ്യതകൾ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിലേക്ക് അതാത് കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ആ പ്രവാചകന്മാരിൽ നിന്ന് വ്യക്തമായ കരാറും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉടമ്പടിയും വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞതെന്താ? ആ കരാറ്, ഉടമ്പടിയെ ആരെങ്കിലും തള്ളിക്കളയുകയാണ് എങ്കിൽ, ആ ഉടമ്പടിയെ ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ആരായിത്തീരുമെന്നാണ്? ഫാസിഖീങ്ങളായിത്തീരുമെന്നാണ്, അധർമ്മകാരികളും പാപികളുമായി തീരും എന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാദാസീദ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഉമ്മത്തുകളായ അള്ളാഹുവിന്റെ അടിയാറുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മളിൽ നിന്ന് വാങ്ങിച്ച ഏറ്റവും വലിയ കരാർ, നമ്മൾ അള്ളാഹുവിന് കൊടുത്ത കരാറ്, ഉടമ്പടി, ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മൾ കൊടുത്ത കരാറ്, നമ്മളിൽ നിന്നും അള്ളാഹു വാങ്ങിച്ച കരാറ്, എഴുതി സൂക്ഷിക്കപ്പെട്ട കരാറുണ്ട്. ആ കരാറിന്റെ വ്യവസ്ഥിതി അനുസരിച്ചു കൊണ്ടിട്ടാണോ നമ്മൾ ഭൂമി ലോകത്തിൽ വന്നപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. നാളെ കരാറിനെ പറ്റി അള്ളാഹു ചോദിക്കുമല്ലോ, നമ്മൾ കൊടുത്ത കരാറിനെ പറ്റി അള്ളാഹു ചോദിക്കുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും പടച്ചവനെ മനസ്സിലാക്കിക്കൊണ്ട്, അവനെ കീഴ്പ്പെട്ടുകൊണ്ട്, അവനെ അനുസരിച്ചുകൊണ്ട് മരിക്കുന്ന സമയം വരെ ജീവിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.